ഹായ്, ഹാപ്പി ലൈഫ് ഹാപ്പി ആൻഡ് മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ കുറിച്ചാണ്. ഏതാണ് ആ ശത്രു എന്നായിരിക്കും. ഭയം. നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഭയമാണ്. പരാജയങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഭയം, മരണത്തെ ഭയം, രോഗത്താലുള്ള ഭയം, തകർന്ന ബന്ധങ്ങൾ മൂലമുള്ള ഭയം, ഇങ്ങനെ പല പല ഭയങ്ങൾ കൊണ്ട് നാം ഇങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ പവർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ ഭയത്തിൽ നിന്നൊക്കെ മുക്തി നേടാമെന്ന് നോക്കിയാലോ. അതായത് ശരിക്കും നിങ്ങൾ ഭയക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ തന്നെയാണ് നാം പേടിക്കുന്നത്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കുകയാണ്. അതങ്ങനെ സംഭവിക്കുമോ? ശരിയല്ലേ? ഒരു വണ്ടി ഓടിക്കുന്നൊരു വ്യക്തി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് എന്താ? ഭയമുള്ളൊരു വ്യക്തി, അയ്യോ തട്ടുമോ, ഞാൻ നേരെ പോയിട്ട് വരുമ്പോൾ ഇടിക്കുമോ, ഇങ്ങനെയുള്ള ചിന്തയാണ്. അപ്പോൾ ഓൾറെഡി എന്താവും? കൈയൊന്ന് വളയും. പിന്നെ വണ്ടി ഓടിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഈ ഭയം നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണ്ടേ? ആവശ്യത്തിന് നമുക്ക് ഭയം വേണം. സ്വാഭാവികമായ ഭയം നമുക്ക് വേണം. കാരണം തീരെ ഭയമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ, ഒരു വണ്ടി എതിർ സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു ലക്കാരും ഓടിച്ചു കഴിഞ്ഞാൽ ഇടിച്ച് വീഴില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഭയം നമുക്ക് വേണമല്ലേ? ആവശ്യത്തിന് നമുക്ക് ഭയവും വേണം എന്ന് കരുതി ആവശ്യമില്ലാതെ നമ്മൾ പലതിനെയും ഭയക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളൊന്നും നല്ല രീതിക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഭയം മൂലം സാധിക്കാറില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് ഉപയോഗിച്ച്, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെ നമുക്കിന്ന് മറികടക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? ചെറിയ കാലങ്ങളിൽ, അതായത് നമ്മുടെ കുഞ്ഞുനാളുകളിൽ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, കട്ടിനടിയിൽ പോകണ്ട, അവിടെ ഭൂതമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അതും ചെറിയ കുഞ്ഞുങ്ങളല്ലേ. ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളോട് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, അവിടെ ഭൂതമുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ഉള്ളിൽ കയറിയ സമയത്ത് പിന്നെ ഈ ഒരു ചിന്ത നമ്മൾ ബോധ മനസ്സ് കൊണ്ട് നമ്മൾ ചിന്തിച്ച് ഉപബോധ മനസ്സിലേക്ക് കയറ്റി വെക്കുമ്പോൾ നമ്മൾ പല സ്ഥലത്തും അകപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുകയോ അങ്ങനത്തെ മൂവീസൊക്കെ കാണുമ്പോൾ ഈ ഭയമാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. പകരം ആ സമയത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങളോട് നമ്മളങ്ങനെ പറയും, അവരിങ്ങനെ പോവാതിരിക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പം തന്നെ ആ പേടി നമ്മൾ മാറ്റിക്കൊള്ളണം. അവിടെ ഒന്നുമില്ല, വെളിച്ചം പകർന്നിട്ട് പറയണം, അവിടെ ഭൂതമൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണെന്ന് പറയണം. എന്നാലും ചില കുഞ്ഞുങ്ങളത് അക്സെപ്റ്റ് ചെയ്യും, ചിലവർ അത് തള്ളിക്കളയും. അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്ന ചില ഭയങ്ങൾ നമ്മുടെ ഉള്ളിൽ കുടിയേറി നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര പേടിയിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റിസ്ക് ഏറ്റെടുക്കാൻ ഇങ്ങനത്തെ ആൾക്കാർ തയ്യാറാവില്ല, ഭയം കൂടുതലുള്ളവർ. ഇപ്പം വാഹനം ഓടിക്കാൻ ഭയമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം വീഴുമോ, വീണാൽ എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയുള്ള ഒരു പേടി, ഉള്ളിലൊരു പേടി വരുന്നതാണ്. അപ്പം ശരിക്കും നന്നായി വണ്ടി ഓടിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും ആ ആക്സിലേറ്ററൊക്കെ എടുക്കുമ്പോൾ തന്നെ പേടിച്ച് ബാക്കോട്ട് മാറി നമ്മൾ ഇതാവാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഭയത്തെ മറികടക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നാം ഇങ്ങനെ നമ്മോട് തന്നെ പറയുക, അതായത് എൻ്റെ ഉള്ളിലുള്ള ഭയത്തെ, അത് എന്തിനെ കുറിച്ച് ആയിക്കോട്ടെ, അത് ഞാൻ ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ബോധമനസ്സത് ഏറ്റെടുക്കും. നമ്മൾ ചിന്തിക്കുമല്ലോ അതിനെപ്പറ്റി. അങ്ങനെ ബോധമനസ്സ് ഏറ്റെടുത്ത് ഉപബോധ മനസ്സിലേക്ക് ഏൽപ്പിച്ച് കഴിയുമ്പോൾ ബോധമനസ്സ് അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കും. നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഭയക്കുന്ന കാര്യം ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാഹനം ഓടിക്കാൻ പേടിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ആ പ്രാക്ടീസിനെ കൂടി പോവുക. നമ്മൾ ഭയക്കുന്ന കാര്യം ചെയ്യുക എന്നതാണ്. നമ്മുടെ മൈൻഡിനോട് തന്നെ പറയുക, എനിക്കിത് സാധിക്കും, എനിക്കേത് സാധിക്കും, വേറെ ഒരാൾക്കും ഇത് കഴിയില്ല, എൻ്റെ മുന്നിൽ ഒരു തടസ്സങ്ങളും ഇല്ല, ഞാൻ നേരെ തന്നെ വണ്ടി ഓടിക്കും. നിങ്ങളങ്ങനെ 5-6 പ്രാവശ്യം മൈൻഡിനോട് പറഞ്ഞ് നിങ്ങൾക്കത് സാധിച്ചിരിക്കും. ഈ പരാജയം ഭയം ഉണ്ടാവും. നമുക്ക് വിജയിക്കുകയോ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ പണം അതിലേക്ക് കൊടുക്കുകയാണ്, ആളുകൾ വരുമോ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടമായി തീരുകയോ, നമ്മൾ ആദ്യം നമ്മുടെ നഷ്ടത്തെക്കുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് റിയാലിറ്റിയിലേക്ക് വരില്ലേ? ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ പരാജയഭീതി ഉള്ളിലേക്ക് നിറയ്ക്കുക. നന്നായി പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടാവും, പക്ഷേ പരാജയഭീതി ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. അയ്യോ അതെനിക്ക് ലഭിക്കുമോ, അത്രയും മത്സരാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് ലഭിക്കുമോ, എല്ലാവരും നന്നായി പഠിക്കുന്നവരാ, അത് ഏത് പരീക്ഷ ആയിക്കോട്ടെ, എനിക്ക് കിട്ടുമോ, ഇങ്ങനെ വെച്ചിട്ടാണ് പഠിപ്പ് തന്നെ. പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് നല്ല മാർക്ക് ഉണ്ടാകുന്നത്, നമ്മൾ വിജയിക്കുന്നത്?
പകരം ഈ ഭയത്തെ ഞാൻ മറികടക്കുകയാണ്. എനിക്കുള്ളത് അവിടെ തന്നെ, ഞാനത് മുന്നേറും. പരീക്ഷ ഹാളിലൊക്കെ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും പലരും പറയാറുണ്ട്, ടെൻഷൻ കാരണം തെറ്റിച്ച് പോയി. എന്തിനാണ് ആ ടെൻഷൻ? അതിൻ്റെ ഒരു ആവശ്യതയില്ല. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ഭാവന ഉപയോഗിക്കുക, നന്നായി ഭാവന ഉപയോഗിക്കുക. കണ്ണടച്ചിരുന്ന് പരീക്ഷാ ഹാള് കാണുക. നിങ്ങൾ ഒറ്റ ഒരാളുള്ള എക്സാമിന് ക്വസ്റ്റ്യൻ തരുന്നു, കണ്ണടച്ചുകൊണ്ടിരുന്ന് നിങ്ങളിത് കാണുക. ക്വസ്റ്റ്യൻ തരുന്നു, ആ ആൻസർ എല്ലാം എനിക്ക് കൃത്യമായി അറിയുന്ന ഒരൊറ്റൊന്നും ഞാൻ തെറ്റിക്കില്ല. നല്ല ദൃഢ വിശ്വാസത്തോടെ എഴുതുക. ആ റിസൾട്ടിൽ നിങ്ങൾ വന്നിരിക്കും. അല്ലാതെ നമ്മളവിടെ പേടിച്ച് വരച്ച് വീട്ടിൽ നിന്നേ നമ്മൾ ഒരു മാസം മുന്നേ ഈ ഭയവും കൊണ്ടാണ് പഠിക്കുന്നത്. പിന്നെ എങ്ങനെ വിജയിക്കാനാണ്? ഉപയോഗിക്കുന്നത് നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ, അതായത് ഈ സങ്കല്പിക്കുക എന്ന് പറയുമല്ലോ, നമ്മളിപ്പോൾ ഇപ്പം എവിടേക്കെങ്കിലും നമ്മൾ പോവുകയാണ്, അപ്പം ദൂരേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പേടി, വെറുതെ ഒരു പേടി മനസ്സിന്. നമ്മൾ നന്നായി ഭാവന ഉപയോഗിക്കുക. ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് എത്തും, അല്ലെങ്കിൽ എനിക്കത് കിട്ടും. അങ്ങനെയുള്ള പല പല ചിന്തകളും നമ്മുടെ മൈൻഡിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കവിടെ ധൈര്യം കൈവരുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം, പക്ഷെ ആരും ചെയ്യില്ല എന്ന് മാത്രം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 2 വീലറൊക്കെ ഓടിക്കാൻ പേടിയാണെന്ന് പറയാറുണ്ട് ചില ആൾക്കാർ. എനിക്ക് പേടിയാണ്, ബസ് കാണുമ്പോൾ വിറയ്ക്കാൻ തുടങ്ങും. എന്തുകൊണ്ട്? നമ്മുടെ മൈൻഡ്, ബസ് അവിടെ വന്നോട്ടെ, വണ്ടി അവിടെ വന്നോട്ടെ, പക്ഷെ നമ്മളല്ലേ വണ്ടി ഓടിക്കുന്നത്. നേരെ അങ്ങോട്ട് വെച്ച് ആദ്യം നമ്മൾ പോയി കോച്ചിങ്ങിന് ചേർന്നിട്ട് അവിടുന്ന് നമ്മൾ പഠിച്ചെടുക്കും. കാരണം അവിടെ നമ്മളും അവരും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ വീണ് നോക്കിയിരിക്കും, റിസ്ക്കൊക്കെ കുറച്ച് ഏറ്റെടുക്കണം. എന്നാലും അവിടുന്ന് നമ്മളിങ്ങനെ കുറേ റൗണ്ട് അടിച്ച് പേടി കാരണമാണ് ഈ മരത്തിൻ്റെ മുകളിലൊക്കെ പോയി ഇടിക്കുന്നത്, അവിടെ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ മൈൻഡിനോട് പറയുക, ഈ ഭയത്തെ ഞാൻ മറികടക്കും എന്ന് പറഞ്ഞ് മനസ്സിൽ ആ ഒരു ചിന്ത നിറയ്ക്കാൻ നമുക്കായാൽ വിജയിച്ചു. അപ്പോൾ ഈ പേടിയൊക്കെ മാറി നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കേസിൽ തന്നെ എനിക്കൊരു അനുഭവമാണ് ഈ വണ്ടി ഓടിക്കുക. വണ്ടി കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കുന്നവരെ കാണുമ്പോൾ ഞാനിങ്ങനെ അത് നമസ്കാരമൊക്കെ പറയും മനസ്സിൽ. ധൈര്യം ഉണ്ടല്ലോ, വണ്ടി ഓടിക്കാൻ ധൈര്യം വേണ്ടേ അത്യാവശ്യം. അവരുടെയൊക്കെ ഒരു വിൽ പവറേ ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി വണ്ടി പഠിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ലൈസൻസ് കിട്ടുമെന്ന് പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഭാവന നന്നായി എൻ്റെ മനസ്സിലും ചിന്തയിലും ഉറക്കത്തിലും എല്ലാം വണ്ടി ഓടിക്കുന്നതായിട്ട് സ്വപ്നം കാണുമായിരുന്നു. ഇതിലെന്നെ സഹായിക്കാനാണുണ്ടായിരുന്നു. ഞാൻ വണ്ടി പഠിച്ചൊരു വ്യക്തിയെ, അതായത് നമുക്ക് വേറൊരു സ്റ്റെപ്പും കൂടെ ഇതിൽ ചെയ്യുക. കാരണം നമ്മുടെ അതേ ലെവലുള്ള വ്യക്തികളുണ്ടാവും. നമ്മളെ ഹൈയിലുള്ള ആൾക്കാരെ നോക്കാൻ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഉയരത്തിലെത്തായി. പക്ഷേ ചില സമയത്ത് നമ്മുടെ മൈൻഡ് പറയും, നിന്നെക്കൊണ്ട് ഇത് നടക്കുമോ? കാരണം അവർക്ക് അത്രയും ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, നിനക്കതൊന്നും പറ്റില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മെ ബാധിക്കും. അതിന് പകരം നമ്മൾ അതേ ഒരു ഫ്രീക്വൻസി ലെവലുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുക. ആ വ്യക്തി എങ്ങനെ വണ്ടി ഓടിച്ചു, അല്ലെ ആ വ്യക്തി എങ്ങനെ അത് നേടി. അപ്പം നമുക്കൊരു ആത്മവിശ്വാസം വരും, എൻ്റെ അതേപോലുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി, എൻ്റെ അതേ കഴിവും ക്യാരക്ടറും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവന് നേടാൻ പറ്റില്ല, അവൾക്ക് നേടാൻ പറ്റില്ല, തീർച്ചയായും എനിക്ക് സാധിക്കും. അപ്പോൾ നമുക്കൊരു ധൈര്യം വരാറുണ്ട്. പിന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, എങ്ങനെയാണ് നിങ്ങൾ ഈ വണ്ടിയൊക്കെ പഠിച്ചെടുത്തത്, നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്തത്. അപ്പോൾ അവർ പറയുന്നതായ പ്രക്രിയകൾ നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് തോന്നും, ഇത് അവർ ചെയ്തില്ലേ, അവർക്ക് വിജയിച്ചില്ലേ, എനിക്കും സാധിക്കും. അപ്പോൾ ഒരു ധൈര്യം വരും. അപ്പോൾ അവർ ചെയ്ത പോലെ ശരിക്കും അവർ നമ്മെപ്പോലെ തന്നെ പേടിച്ചാണ് പഠിച്ചത്, പക്ഷെ അവർ വിജയിച്ചു. അപ്പോൾ നമുക്കും ആ ഒരു ഇൻസ്പിറേഷൻ ലഭിക്കും. പേടിയുണ്ടെങ്കിലും കൂടെ നമ്മൾ ആ വഴിയിലൂടെയൊക്കെ നമ്മളും പോയി, നമ്മളും വിജയിക്കും. അങ്ങനെയാണ് ഞാൻ വിജയിച്ചത്. എനിക്കിന്ന് അനായാസമായി വണ്ടി ഓടിക്കാൻ സാധിക്കും, 2 വീലർ. അപ്പം അനായാസമായി സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതേപോലെയുള്ള അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാത്തിനും പേടി. വണ്ടി എടുക്കുമ്പോൾ തന്നെ പേടി. സൈക്കിൾ ഓടിക്കാൻ അറിയില്ല, ചെറുപ്പത്തിലെ റിസ്ക് ആയിട്ട് എടുക്കാനാണ് ബുദ്ധിമുട്ട്. വീഴുമോ എന്നുള്ള പേടി. എന്തിനു ഭയക്കേണ്ട ആവശ്യം? ശരിക്കും നമ്മുടെ മനസ്സിനോട് തന്നെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കഴിവ് വളർത്തിയെടുക്കാൻ സാധിക്കും. പരാജയം സംഭവിക്കുമോ എന്നുള്ളൊരു പേടി, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള പേടി, ബന്ധം തകരുമോ എന്നുള്ള എല്ലാം പേടിയിലാണ്. നമ്മുടെ മനസ്സിന് യുക്തിക്കനുസരിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഭയം ഇനി
നമ്മുടെ ഉയർച്ചയെ ഒരിക്കലും ഭയം ബാധിക്കാതിരിക്കട്ടെ. ഭയത്തോടുകൂടെ ഒന്നും ചെയ്യാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ തയ്യാറെടുക്കുന്ന ഒരു മത്സര പരീക്ഷയ്ക്ക് നാം പുറപ്പെടുകയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് പഠിക്കുന്ന സമയത്തും കിട്ടുമോ, അല്ലെങ്കിൽ ഇത് കയറുമോ, എത്ര ആൾക്കാരാ, ആരെന്ത് വേണമെങ്കിലും നമുക്കൊരു സീറ്റ് പോരെ, നമുക്കൊരു പോരെ, ആ ചിന്തയിൽ മാത്രം പഠിക്കുക. പരാജയത്തെ അല്ല കാണുക, വിജയത്തെ കാണുക. പകരം ഉപബോധ മനസ്സിനോട് പറയാം, ഈ ഭയത്തെ ഞാൻ ഇപ്പോൾ ഒഴിവാക്കുക, എനിക്ക് ഒരു ഭയവുമില്ല, ഞാൻ ഈ ഭയത്തെ പൂർണ്ണമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ നിമിഷം ഒഴിവാക്കുക, ഞാൻ വിജയിയാണ്, വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഐ ആം ദ വിന്നർ. ആ അഫർമേഷനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു നല്ല മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി ഭയം മൂലം ഒന്നും ചെയ്യാതിരിക്കരുത്, എല്ലാത്തിലേക്കും കാലെടുത്ത് വയ്ക്കുക. അപ്പോൾ ഹാപ്പി ലൈഫ്, ഹാപ്പൻ മിറാക്കിൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.